അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അപ്പം മരണമാസന്നമായ വ്യക്തിയെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. രോഗത്തിൻ്റെയും മറ്റു വിഷമങ്ങൾ പറഞ്ഞു. അതിനിടയിൽ ഒരു കാര്യം കൂടി ഉണർത്താണ്ടത്, ചുരുക്കത്തിൽ ആത്മഹത്യയിലേക്ക് മനസ്സ് പോകാൻ പാടില്ല. മരണത്തെ കുതിക്കാൻ പാടുണ്ടോ? ഞാൻ മരിച്ചു കിട്ടിയാൽ മതി, വേദന സഹിക്കാൻ വയ്യാതെ വേദന വന്നാൽ മരണത്തെ കൊതിക്കുന്നതിൻ്റെ വിധി എന്താ? മരണത്തെ കൊതിക്കാൻ പാടില്ല എന്ന്, മറിച്ച് സഹിക്ക വയ്യാത്ത ഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യതമന്ന അഹദുക്കുമുൽ മൗത്ത്, നിങ്ങളുടെ ഒരാളും മരണത്തെ കൊതിക്കരുത്. ദൗന്യവും ഭൗതികമായ എന്തെങ്കിലും വിഷമങ്ങൾ സഹിച്ചാൽ മരിക്കാൻ വേണ്ടി ദീനീയായി വത്ത് വന്നാൽ പിന്നെയും കൊതിക്കാം, അതിനും പെടാതെ വിധികത്വവും പലാലത്തും പുതിയ ആശയങ്ങളും യുക്തിവാദവും പലരും ഇങ്ങനെ പലതും വരും. പഠിച്ചവനെ ഞങ്ങൾ മക്കളൊക്കെ ഈമാൻ തെറ്റാതെ ഒന്ന് വേഗം മരിച്ചാൽ മയ്യേനും എന്ന് കൊതിക്കുക എന്നല്ലാതെ സഹിക്കവയ്യാതെ വേദന കൊണ്ടോ ക്യാൻസർ കൊണ്ടോ മറ്റെന്തെങ്കിലും സാമ്പത്തിക വിഷമം കൊണ്ടോ മരിച്ചു കിട്ടിയാൽ മതി എന്ന് കൊതിക്കാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യൻ അപ്പം കൊതിക്കാൻ പാടില്ല. മറിച്ച് കാരണം അവൻ ആയുസ് നീളുകയാണെങ്കിൽ തമ്മാടിക്കായാലും സാലിഹിനായാലും നന്മയാണ്. ദോഷിയായ മനുഷ്യനാണ് രോഗം ചെയ്യും, എനിക്ക് ആ സമയത്ത് ഇസ്തിഗ്ഫാറും തൗബയും പറ്റി തൗബയിലേക്ക് അടുക്കാൻ സാധിക്കും. സാലിഹായ മനുഷ്യനാണെങ്കിൽ അവർ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ ആരും മരണത്തെ കൊതിക്കാൻ പാടില്ല. ഫൈൻകാന ലാബുദ്ദ ഫായിലൻ ഫൽയഖുൽ അല്ലാഹുമ്മ അഹീനി അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വാബിത്തിനി മാ കാന മമാത്തു ഖൈറൻ ലി എന്ന്. കൂടാതെ കഴിയുന്നുണ്ട് സഹിക്ക വയ്യാത്ത ഘട്ടം. അങ്ങനെയാണെങ്കിൽ പഠിച്ചവനെ, എനിക്ക് മരിക്കൽ ഹൈറാണെങ്കിൽ എന്നെ നീ മരിപ്പിക്കണേ, ജീവിക്കൽ ഹൈറാണെങ്കിൽ ജീവിപ്പിക്കണേ എന്ന് ദുആ ചെയ്യാം. ഈ ദുആ സാധാരണ നിൽക്കാത്തിലൊക്കെ ചില അങ്ങനെ ദുആക്കാൻ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. ചില ആളുകൾ ഇങ്ങനെ നിൽക്കാത്തിന് ദുആക്കുന്നതാണ്. അല്ലാഹുമ്മ അഹീന റസൂല് പറഞ്ഞത് മരണത്തെ ഒരിക്കലും കൊതിക്കേണ്ട, കൂടാതെ വന്ന ഘട്ടം വന്നാൽ ദുആക്കേണ്ടത് അത് ആ സമയത്ത് ദുആ മതി. അങ്ങനത്തെ ഘട്ടം വന്നാൽ ആ ദുആ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞത് മരണമാസന്നമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ളവർ സ്വത്തവകാശികളല്ലാത്തവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക. സ്വത്തവകാശികളല്ലാത്തവരാണ് നല്ലത്. പിന്നെ സാധാരണഗതിയിൽ അതിനുള്ള ഭാഗ്യം ഉണ്ടാവാനുള്ള വലിയ ഭാഗ്യം എന്താ? എല്ലാ സമയത്തും ദിക്ർ ദായിമാക്കുക. 1,00,000 ദിക്ർ മരിച്ചതിന് ശേഷം 70,000 ദിക്റും ചെല്ലിക്കുന്നതിന് മുമ്പ് നമുക്ക് തന്നെ സ്വന്തം ചെല്ലി വെക്കാമല്ലോ. 70,000 അല്ല, 70,000 1,00,000 ദിക്റിന മഹത്വമെന്ന് ചാവക്കാട് ഹിബത്തുള്ള തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് 1,00,000 ദിക്ർ, 1,00,000 ഖുൽ ഹുവല്ലാഹു അഹദ്, ഇതൊക്കെ സ്വന്തം. അപ്പോൾ എപ്പോഴും എല്ലാ ഫർദ് നമസ്കാര ശേഷം 5 വക്ത് ദായിമായി ശരിക്കും ആ സുബ്ഹാനല്ലാഹ് 33 ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 ഒരു ഹദ്ദാദ് ഉണ്ടായാൽ 100 ദിക്ർ ഒരു ദിവസമായി. കാരണം മനുഷ്യൻ പതിവാക്കുന്നതാണ് അവൻ്റെ നാവിലുണ്ടാകുക. ഉദാഹരണമായിട്ട് ഉറക്കിൽ സംസാരിക്കുന്ന ആളുകൾ നോക്കിനോ, ഉറക്കിൽ സംസാരിക്കുന്ന ആൾ പകൽ എന്താണോ ജോലി അതാണോ ഓരോ രാത്രി സംസാരം ഉണ്ടാകും. കണ്ടക്ടർ ആണെങ്കിൽ ടിക്കറ്റ് 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പള്ളിയിലെ മുദരിസാണെങ്കിൽ പള്ളി ദർസ് നടത്തും. ഗായകനാണെങ്കിൽ പാട്ട് പാടും. അതാളെ നാവിൽ എന്താണോ അതാണ് അബോധ മനസ്സിലുണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിക്ർ ദായിമാക്കിയാൽ ആ മരിക്കുന്ന സമയത്ത് ആ ദിക്ർ തന്നെ താനെ നാവിൽ വന്നോളും. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പം സ്വത്തവകാശികളല്ലാത്തവർ ചൊല്ലിക്കൊടുക്കുക. അങ്ങനെ ചൊല്ലിക്കൊടുത്താൽ ഒരു പ്രാവശ്യം ചെല്ലിയാൽ പിന്നെ അവന് മറ്റൊന്നിനെ സംബന്ധിക്കുക. അങ്ങേയറ്റം ഘട്ടത്തിലായാൽ വേറെ സംസാരമൊന്നുമില്ല. അങ്ങനെ അങ്ങോട്ട് അടുത്ത സമയം ചെല്ലിയപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി. എന്നാൽ പിന്നെ ഒരിക്കലും എന്താക്കണ്ട, ഒന്ന് മാറ്റി ചൊല്ലിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ചെല്ലിടത്തോളം നല്ലതല്ലേ എന്ന് വിചാരിച്ചു. കാരണം എന്തുകൊണ്ട്? ചിലപ്പം വെളുക്കാതെ വെച്ചാൽ പാണ്ടാവും. ചൊല്ലിക്കൊടുക്കുന്ന വളരെ നിർബന്ധിക്കാത്ത രൂപത്തിലേ പറ്റും. ചെല്ലുമാ ഉപ്പാത്ത ചെല്ലാത്ത എന്നൊന്നും പറയരുത്. ലോകത്തേക്കളും ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പടിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. നല്ല സൗമ്യമായിട്ട് നിർബന്ധിക്കരുത്. കാരണം നിർബന്ധിക്കുന്ന അവസരത്തിൽ അവർ പറയാതെ യാതനയിലും വേദനയിലും ദുഃഖത്തിലും ബേജാറിലും കൊണ്ട് പോടാന്ന് പറഞ്ഞാൽ വെളുക്കാൻ തേച്ച പാണ്ടായിപ്പോവും. അതുപോലെ ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ അപ്പോൾ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ നമ്മൾ പറയുമ്പോൾ ചെല്ലിയൊന്നും ലായി പറഞ്ഞു എനിക്ക് ചെല്ലാൻ കഴിയില്ല എന്ന് പറഞ്ഞാലോ നേരത്തെ മഹത്വം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് രാവിലെ 6 മണിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് 9 മണി വരെ ശ്വാസം ഇങ്ങനെ വിടുന്നുണ്ട്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും പറയണ്ട, വായിൽ വെള്ളം ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക. അപ്പം പിന്നെ പറയണ്ട.
പിന്നെ അതേ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കുറച്ച് കഴിയുമ്പോൾ സുബ്ഹാനല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ അല്ലാഹ് ഇങ്ങനെ എന്തെങ്കിലും നല്ലതോ മോശമായതോ ഭൗതികമോ ദുനിയവിയോ ആയ എന്തെങ്കിലും കാര്യം എൻ്റെ മോനെടുത്തും എൻ്റെ മോൻ വന്നിനോ എന്തെങ്കിലും ചോദിച്ച് ഒന്നിക്ക് ദുനിയവിയായ സംസാരം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദിക്ർ ചൊല്ലിയാൽ ഒന്നുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക. ചൊല്ലിക്കൊടുത്ത് ചെല്ലുന്നില്ല എന്നാൽ ചുറ്റുഭാഗത്ത് കൂടി ആളും കൂടി നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് ചെല്ലുമ്പം നാവനക്കാൻ കഴിയാത്ത ക്ഷീണം കൊണ്ടായിരിക്കും നമ്മൾ ചെല്ലുന്നത് കേൾക്കാതെ. അപ്പം നമ്മളെല്ലാം അവിടെ ചെല്ലിക്കുമ്പോൾ മനസ്സിലേക്ക് വന്ന് ചിലപ്പം മനസ്സിലങ്ങ് നിർത്തിക്കൊള്ളും. ഇപ്പോൾ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ ലാ ഇലാഹ ഇല്ല കുറച്ച് ബഹളം വെച്ച് ദിക്റാൽക്കാൻ നടത്തണ്ട. അപ്പം നമ്മൾ ചെല്ലുന്നില്ല പിന്നെ അവിടെ നിർബന്ധിക്കരുത്. പിന്നെന്താക്കുക ചുള്ള ആളെല്ലാം ഞാൻ ചെയ്ത അപ്പോൾ അത് ആവർത്തിച്ച് അത് മനസ്സിലിങ്ങനെ കേട്ട് ഹാജരായിക്കോളും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതോടുകൂടി സൂറത്തുർ റഅദ് സൂറത്ത് യൂസുഫിൻ്റെ ശേഷമല്ല, സൂറത്ത് യൂസുഫിൻ്റെ ശേഷം നേരെയുള്ള അടുത്ത സൂറത്താണ് സൂറത്തുർ റഅദ്. മരണമാസന്നമായ ആളടുക്കൽ വെച്ച് സൂറത്ത് റഅദ് ഓതലി സുന്നത്താണ്. സൂറത്ത് യാസീനും മരണമാസന്നമായ അടുക്കൽ ചില ഉമ്മാമ്മമാർക്കും ചില അന്ധവിശ്വാസമുണ്ട്. എന്തേ ആർക്കും ഒരു വേറുള്ള ആൾ യാസീൻ ഓതുമ്പം എന്താ മരിച്ചാ യാസീൻ ഓതാൻ എന്ന് പറഞ്ഞ് മരിച്ചാലേ യാസീൻ ഓതിക്കൊടൂ എന്നൊരു ധാരണയുണ്ട്. അതില്ല, മരണമാസന്നമായിട്ടാണ് യാസീൻ ഓതാൻ പ്രത്യേകം സുന്നത്ത്. അപ്പം യാസീന് സൂറത്തുർ ഇതെല്ലാം മയ്യത്തിൻ്റെ അടുക്കൽ വെച്ച് ഓതാം. യാസീൻ അങ്ങനെ വലിയ ദുശകുനായി കരുതുന്ന ചില ആളുകളുണ്ട്. കാസർഗോഡിൻ്റെ പെണ്ണൊക്കെ പ്രസവിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് പോക്ക് പൊങ്ങമ്മങ്ങൽ എന്ന് പറയും. അതിന് ഒരു തെറ്റും അമ്മ ഒരു ദിനം യാസീൻ ഓതാൻ പാടില്ലാന്നാണ് കാസർഗോഡ് ഭാഗത്ത് മുമ്പുണ്ടായ നിയമം. യാസീൻ ഓതിയാലും ഒരാൾ ചെല്ലിയ ഒന്നും പറയില്ല. ആ പ്രസവത്തിലെങ്ങാൻ കുഞ്ഞ് മരിക്കുക എന്തെങ്കിലും അപകടം വന്നെങ്കിൽ നമ്മുടെ തൊണ്ടികൾ പറയും ആ താടിക്കാരൻ യാസീൻ ഓതുമ്പോൾ ഞാൻ വിചാരിച്ചു നീ എന്ന് പറയും. അദ്ദേഹത്തിന് അന്ധവിശ്വാസമാണ്. യാസീൻ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ്. പല വിപത്തുകൾ കൊണ്ട് ഓതുന്നതാണ്. പല വിപത്തുകൾക്ക് കൊണ്ട് യാസീൻ ദ്വാരക്കൽ സുന്നത്താണ്. അപ്പോൾ യാസീൻ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുമ്പോഴും യാസീൻ ഓതുന്നുണ്ട് കുഴപ്പമില്ല. അത് സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ മരിച്ചാലേ യാസീൻ ഓതിക്കൊടൂ എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ ചില വിവരമുള്ള ആളുകൾ സക്രാത്തുണ്ട് യാസീൻ ഓതുമ്പം ഈ വിവരമില്ലാത്ത ഈ ഉമാമ്മമാർ എന്താപ്പാ ഇത് മരിക്കുമ്പോൾ ആളെ കൊല്ലലാ എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. ഉപ്പ മരിച്ചാൽ ദുആ കഴിക്കും, പിറ്റത്തെ കൊല്ലം ദുആ കഴിക്കുമ്പം മോന്ന് പിറ്റേന്ന് ദുബായി പോകണം. അപ്പോൾ ഒരു ദിവസം മുൻകൂട്ടി കഴിച്ചൂടെ, എന്നാൽ മരിക്കും പിന്നെ കൊല്ലലാ എന്ന് പറയുന്ന കിളവികളുണ്ട്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ മരിച്ചിട്ടില്ലേ? റബീഉൽ 11 മരിച്ചാലേ മോനിക്ക് 10 ഗൾഫിലേക്ക് പോയിക്കും. അപ്പോൾ പിന്നെ തല ഉപ്പ പോകുന്നതിന് മുമ്പ് ദുആ കഴിക്കാൻ നോക്കുമ്പം ചില കിളവികൾ അവർക്ക് കുറേ അന്ധവിശ്വാസമുണ്ട്. അത് പെണ്ണുങ്ങന്മാർത്താൽ കുറേ കൂടുതൽ എന്താ മരിക്കും പിന്നെ അങ്ങനെയൊന്നും ഇല്ല. ചില കൊല്ലം കഴിക്കാം. അത് 2 ദിവസം മുൻകൂട്ടിയോ ഷെരിപ്പാൻ്റെ വലിയ ധർമ്മം ചെയ്ത് ദ്വാരക്കലാണ്. ആ ഒരു ദിവസം അപ്പുറം ഇപ്പുറം ആയപ്പോൾ എന്നുള്ള യാതൊരു കുഴപ്പമില്ല. അപ്പോൾ മരണമാസന്നമായ ആളുകൾ വെച്ച് സൂറത്ത് യാസീൻ ഓതല് സുന്നത്താണ്. പിന്നെ ഒരു കാര്യം വിട്ടുപോയത് നേരത്തെ തന്നെ അബോധാവസ്ഥ പോയി. അബോധാവസ്ഥയായിട്ടില്ല, ഇനിയൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല ഇതിൻ്റെ ഉള്ളും. എന്നാൽ ആ മരിക്കുന്ന മനുഷ്യൻ എന്ത് വേണം? എത്ര ജീവിതകാലത്ത് കഴിവിൻ്റെ പരമാവധി നന്നാവാൻ നമ്മൾ ശ്രമിക്കണം ഇബാദത്ത്. പക്ഷേ നിർഭാഗ്യവശാൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ എത്ര വലിയ ദോഷിയായ മകനാണെങ്കിലും ഞാൻ ഏതായാലും നരകത്തിൽ തന്നെയാണ് ഉസ്താദ്, എൻ്റെ കാര്യം പോക്കാണ് എന്നാരും കരുതാൻ പാടില്ല. എത്ര വല്ല ദോഷി സാധാരണക്കാരൻ്റെ പറയാനില്ല. എത്ര ഭാഗത്ത് ചെയ്താലും സ്വർഗം കൊടുക്കുന്ന അള്ളാഹ്ക്ക് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അള്ളാഹ് എനിക്ക് പുറത്തു തരും എന്നാണ് എത്ര വലിയ ഭാഗത്ത് ചെയ്യുന്നാലും കരുതുന്നുണ്ട്. എന്നാൽ എത്ര വല്ല ദോഷിയും ആ സമയത്ത് അള്ളാഹിനോട് പച്ച മലയാളത്തിലങ്ങ് പറയാം, പഠിച്ചവനെ ഞാൻ നരകത്തിൽ നീ എനിക്ക് സ്വർഗം തന്നാൽ നിനക്കൊന്നും കുറയാനില്ലല്ലോ റബ്ബേ, എന്നെ നിനക്ക് നരകത്തിലിട്ടുകൊണ്ട് നിനക്കൊന്നും കിട്ടാനില്ലല്ലോ അള്ളാഹ് എന്നെ വെറുതെ ആക്കില്ല. നായിക്കും പൂച്ചക്കും വെള്ളം കൊടുക്കുന്നില്ലേ? മുസ്ലിമിനും അമുസ്ലിമിനും പള്ളി പൊളിക്കുന്നവനിക്കും പള്ളി എടുക്കുന്നവനിക്കും അള്ളാഹ് നൽകുന്നുണ്ടല്ലോ റഹ്മാനെ. മോമിനികൾ മാത്രമല്ല നിരീശ്വരവാദിയും എന്ത് പഠിച്ചോ എന്ന് പറയുന്ന ആളുകൾ ഈ ലോകത്തുണ്ടല്ലോ. അവർക്കെല്ലാം നീ റിസ്ക് കൊടുക്കുന്നുണ്ടല്ലോ. പഠിച്ചോനെ നീ എനിക്ക് പുറത്ത് തരണേ എന്ന ഭാവനയാണ്. ഏത് ദോഷിയും നിരാശപ്പെടാൻ പാടില്ല. ഞാൻ നരക ആ സക്കറാത്തിൻ്റെ സമയത്ത് ആരോഗ്യകാലത്ത് പേടി കൂടുതലുണ്ടാവണം. ആരോഗ്യകാലത്ത് അല്ല എന്ത് വേണം? എൻ്റെ കാര്യം വിഷമമായി, ഞാനിങ്ങനെ ഒരായിപ്പോയില്ല റബ്ബേ, പേടി കൂടുതലുണ്ടാവണം. ഞാൻ രോഗത്തിൽ കിടക്കുന്ന സമയത്ത് പേടിച്ചിട്ട് കാര്യം കഥ കൂട്ടാനൊന്നും സമയമില്ലല്ലോ. അപ്പോൾ അള്ളാഹു എനിക്ക് പുറത്ത് തരും എന്ന ചിന്താന് കാരണം ഏതൊരാൾക്ക് എല്ലാ ദോഷവും ഒരമൽ ചെയ്യാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുഅ്മിനായ ഒരു മനുഷ്യനെ ഷഹാദത്ത് കലിമയിലും മുഅ്മിന് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഓരോ സ്വർഗത്തിൽ കിടക്കാൻ അള്ളാഹ്ക്കാരോട് ചോദിക്കേണ്ട. ഈമാനോട് തെറ്റി ചുറ്റപ്പെട്ടു പോയാൽ എനിക്ക് കാലകാലം നരകമാണ് എന്ന് ഖുർആൻ്റെ നസ്സ.
അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര വലിയ രോഗിയാണെങ്കിലും മരണമാസന്നമാകുന്ന സമയത്ത് അള്ളാഹു എനിക്ക് റഹ്മത്ത് ചെയ്യും, അള്ളാഹുവിന് യാതൊന്നും വരാനില്ലല്ലോ എന്ന ധാരണയുണ്ടാവണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതി മരിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ബാക്കി നാളെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.